വളരെ സന്തോഷത്തോടെ ഗുജറാത്തിലേക്ക് ചാടിത്തുള്ളി പോയതായിരുന്നു ഞാൻ. അതും കേരളത്തിൻ്റെ വെളിയിൽ നോർത്ത് ഇന്ത്യക്ക് ഞാൻ ആദ്യമായി പോയതായിരുന്നു. ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കിങ്ങോട്ട് മാറിക്കിട്ടി. നമുക്ക് നമ്മുടെ നാട് വിട്ട് പുറത്ത് പോകുമ്പോഴേ നമ്മുടെ നാടിൻ്റെ വില മനസ്സിലാവുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നൗ ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പല സ്ഥലങ്ങളിലും പരിപാടികൾക്ക് പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൻ്റെ വെളിയിൽ ചുമ്മാ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. മൊത്തത്തിൽ പൊടിയും ബഹളും ഹാൻഡ്സും പാൻപരാഗും ബേഷായിരുന്നു. ഒരു റോളർ കോസ്റ്റർ എന്ന പോലെ അവിടുത്തെ ഓട്ടച്ചാട്ടന്മാരുടെ കൂടെയുള്ള സവാരി മറക്കില്ല ഞാൻ. കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയായിരുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൈ കുത്താൻ പറ്റുന്ന കുണ്ടി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പ്രീമിയം തൽക്കാലമൊക്കെ ബുക്ക് ചെയ്തിട്ട് ട്രെയിനൊക്കെ മിസ്സായി ആകെ അലമ്പായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അതിലും അലമ്പ്. പിന്നെയും ജനറലിൽ തന്നെ കയറി വരേണ്ട വന്നു. എങ്ങനെയൊക്കെയോ ഇരുന്ന് നടന്നും കിടന്നൊക്കെ നേരം വെളുപ്പിച്ച്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 1.5 ദിവസം ട്രെയിൻ യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ഭാഷ അറിയാൻ പാടുന്ന ഒരു ഗുണമുണ്ടായി. ആരോടൊന്നും ചോദിക്കേണ്ട വന്നില്ല. എല്ലാം ഒരു ചിരിയിൽ അങ്ങോട്ട് ഒതുക്കി. ഇത് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതും ഞാൻ ആദ്യം ഇട്ട വീഡിയോ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം എനിക്കുണ്ടായില്ല. ഐ ആം ടോട്ടലി ഫക്ഡ് അപ്പ്. ഡെഡ് ആയിപ്പോയി ഗൈസ്.